ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നൊരു ചെറിയ സർവീസിങ് വീഡിയോ ഉണ്ടാ. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോ കണ്ട അവസാനം ലൈക്ക് അടിക്കാൻ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സഹായിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം ചാനലായ മൈ തരിക്കിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റവ് ആണത്. അപ്പോൾ തിരിച്ചതിനെ സർവീസിലേക്ക് എടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അതിൽ ഒടിഞ്ഞ് ദ്രവിച്ചൊക്കെ പോയി, അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിയിലെ ഷീറ്റൊക്കെ ദ്രവിച്ച് പോയി. കാരണം വെറുതെ ഒരു പാട്ട ഷീറ്റ് കൊണ്ടൊക്കെയാണ് ഇവർ പണിത് തന്നേക്കണത്. 10,000 രൂപയുടെ വിലയുള്ള ഗ്യാസ് സ്റ്റവാണ് ഉണ്ടാക്കി വെച്ചേക്കണത് പാട്ട കൊണ്ട്. കണ്ടാൽ മനസ്സിലാവും, കണ്ട തുരുമ്പൊക്കെ എടുത്ത് പോയി കണ്ട. ഈ കാണുന്ന പാട്ട നമുക്ക് മാറ്റണം, അതാണ് പരിപാടി. എന്നിട്ട് നമുക്ക് പുതിയ ഷീറ്റൊക്കെ, കട്ടിയുള്ള ഷീറ്റൊക്കെ വെച്ച് അടിച്ച് കൊടുക്കണം. ഉണ്ടല്ലേ, ഇത് ഇവിടുന്ന് ദ്രവിച്ച് പോകുന്നത്. ദ്രവിക്കാൻ തന്നെ കാരണം നമ്മുടെ വെള്ളം വീണിട്ടാണ്. അരിയൊക്കെ തിളച്ച് വീഴുന്ന വെള്ളം ഉണ്ടല്ലോ, അത് വീണിട്ടാണ് ഇതൊക്കെ പോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് അഴിച്ച് പറിച്ചൊക്കെ എടുക്കാം. ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ ലൈറ്റർ. ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട കറണ്ട് പാസ് ചെയ്തിട്ട് അതിൻ്റെ അടിക്കൂടെയുള്ള പൈപ്പ് കൂടെ ഗ്യാസ് ഊതും. അത് നേരെ ബർണറിലേക്ക് ചെന്ന് അങ്ങനെയാണ് തീ പിടിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഒന്ന് അഴിച്ചെടുക്കാം. ഈ സ്ക്രൂള്, ഈ പ്ലേറ്റ് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അത് ഗ്ലാസ്സാണ് കേട്ടോ. അത് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 3 പ്ലേറ്റുകൾ ഇവിടുന്ന് അഴിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ആരും അനുകരിക്കരുത് കേട്ടോ. കാരണം നമുക്ക് ഇത് ഗ്യാസ് അടുപ്പാണ്. ഇത് അറിയണവരെ കൊണ്ട് തന്നെ പണിയിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ആ രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തേക്കണത്. കണ്ടാൽ മനസ്സിലാവും, കണ്ട വെള്ളമൊക്കെ വേണ്ടി ദ്രവിച്ചാകെ പോയി. നമുക്ക് ഈ ഗ്ലാസ്സേ അതൊക്കെ പൊക്കി മാറ്റാം. സൂക്ഷിച്ചെടുക്കണം, കാരണം എവിടെയെങ്കിലും തട്ടുമുട്ട ചെയ്തഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോവും. പിന്നെ നമ്മുടെ പ്ലാനൊന്നും നടക്കില്ല. ഗ്ലാസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെ പതുക്കെ അഴിച്ചിട്ട് ഈ പാട്ട എടുത്ത് കളയണം. പിന്നെ പാട്ട 4,000 മേലെ 5,000 രൂപയുടെ അടുത്ത് വിലയുള്ള ഗ്യാസ് സ്റ്റവാണ് ഉണ്ടാക്കുന്നത്. പാട്ട, തകരപ്പാട്ട കൊണ്ട്. അത് ഇവിടുന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും കേട്ടോ. അത് എൻ്റെ തീരൊക്കെ ഏതൊക്കെ സിസ്റ്റൊക്കെ അടിപൊളിയാണ്, പക്ഷെ പാട്ട എന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. മറ്റേത് രണ്ടും ദ്രവിച്ച് പോകുന്നു. നമുക്ക് ഈ ഷീറ്റ് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ അളവിൽ നമുക്കൊരു ഷീറ്റ് വെട്ടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് പ്ലാൻ. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംഭവം സിമ്പിളാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഇതുപോലെ നമുക്ക് ഊരെടുക്കാൻ കിട്ടും. ആ ഗ്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഇത്ര ഉള്ളൂ സാധനം. നമുക്ക് പതുക്കെ ഇതൊക്കെ ഒന്ന് പൊട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടേ, പൈപ്പ് അതൊക്കെ ഒന്ന് ഉരച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പാട്ടയാണെന്ന് ഉണ്ടല്ലേ, അതിൻ്റെ ആ കാലാണത്. ആ കാലൊക്കെ ഇനി ഇളങ്ങി പോയിക്കാണ്. സിമ്പിളായിട്ട് പ്ലെയർ കൊണ്ട് പിടിച്ചാണ് നിർത്തി. നമുക്ക് ഈ അളവിലൊരു ഇത് എടുത്തുക്കണ ഷീറ്റ് 18 ഗേജിൻ്റെ ഷീറ്റാണ് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ളതാണ്, പാട്ടയല്ല. അത്യാവശ്യം 18 ഗേജിൻ്റെ ഒരു ഷീറ്റാണ്. അത്യാവശ്യം കനമുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ അതിനനുസരിച്ച് പോലെ തന്നെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഹോളൊക്കെ. അതുമാത്രമല്ല, ഞാനൊരു 4 ഇഞ്ചിൻ്റെ കമ്പി ഉണ്ടല്ലോ നടുക്ക് ഇതുപോലെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഇച്ചിരി ബലം കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? നമുക്കിനി അത് മാർക്ക് ചെയ്തെടുത്ത് തുളയ്ക്കണം. കാരണം നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് തുളച്ച് ആദ്യം വെക്കണം, എന്നാലേ നമുക്കിത് പിടിപ്പിക്കാൻ ഒരു എളുപ്പം കിട്ടുള്ളൂ. അതുപോലെ ഈ ബർണർ ഞാൻ ശരിക്കും ഉരച്ച് കൊടുക്കാൻ കേട്ടോ. കാരണം ഉരച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ പൊടിയോ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം. കണ്ടില്ലേ, ഉരയ്ക്കാത്തത് ഉരച്ചതായിട്ടുള്ള ബർണറിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതുപോലെ പുറവും ആകൊക്കെ ശരിക്കും ഉരച്ചെടുക്കണം. ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ.
പിന്നെ അതുമാത്രമല്ല എൻ്റെ ആ ഫോണിലേക്ക് ഒരു ബ്രഷ് കിടത്തി ഒന്ന് ശരിക്കും തേച്ചൊരച്ച് കഴുകി ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അതുപോലെ കണ്ടില്ല ഈ അടഞ്ഞിരിക്കുന്ന ഹോളുകളൊക്കെ ഇതുപോലെ ഒരു മുനയം വെച്ചിട്ട് ഇങ്ങനെ കുത്തി ആ ഓട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടഞ്ഞിരിക്കുന്ന ഹോളും അല്ലാത്ത എന്തെങ്കിലും ഇടയ്ക്ക് തുരുമ്പ് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അപ്പം അതിനുള്ള പരിപാടിയാണ്. അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം. ചെറിയ സൗണ്ടൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ ഒറിജിനൽ വോയിസ് എടുത്തിട്ടില്ല, കാരണം അപ്പുറത്തെ വീട്ടിൽ പാട്ട് വെച്ചേക്കാറുണ്ട്. അപ്പോൾ കോപ്പറേറ്റിൻ്റെ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മ്യൂട്ടാക്കി കളഞ്ഞേക്കാണ്. അതിന് ഓവർ വോയിസ് ചെയ്യുന്നത് എനിക്ക് കോപ്പറേറ്റ് കിട്ടാതാ. അപ്പം നമ്മളത് സ്ക്രൂക്കെ ചെയ്ത് ആ ഷീറ്റോട് പിടിപ്പിച്ചു. ഇനി ബാക്കിത്തെ പണിയിലേക്ക് നമുക്ക് കിടക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഇത് പിടിപ്പിക്കാനായിട്ട്. അല്ല അവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, അതുപോലെ ഇത് കണ്ടില്ലേ, അത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗ്യാസ് വന്നത്. അത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പതക്കനെ കയറ്റി കൊടുത്താൽ മതി. ഈ നടുക്കലത്തെ നമ്മൾ ഇത്ര ഇച്ചിരി ഇത് വന്നു, കാരണം നമ്മൾ ഷീറ്റ് പിടിപ്പിച്ചില്ല. അല്ലെങ്കിൽ ബാക്കിയത്തൊക്കെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, മാത്രം ഒരു ടൈറ്റ് കാണിച്ചു. ഇനി നമുക്കത് ഈ ഷീറ്റമ്മേ ഇത് കണ്ടില്ലേ നല്ല സ്ക്രൂ ചെയ്ത് നിർത്താനുണ്ട്. അപ്പോൾ നമുക്കിത് സ്ക്രൂ ചെയ്ത് നിർത്താം. അത്യാവശ്യം പണികളൊക്കെ അറിയുന്നവരൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിനെപ്പറ്റി ഒരു വിവരമില്ലാതെ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പാണ്. സംഭവം കറക്റ്റ് അളവിൻ്റെ നേരെ വെച്ച് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പിടിപ്പിക്കണം. അതിനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അതെ ഗ്ലാസ് എന്നൊക്കെ കഴുകി നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. എന്നിട്ട് വെച്ച് കൊടുക്കാണ്. നമുക്ക് കറക്റ്റ് അളവിൽ അധികം വ്യത്യാസമില്ലാത്ത രീതിയിൽ വെക്കണം. അത് ഈ പ്ലേറ്റ് ഇങ്ങനെ വെച്ച് നോക്കണം. 3 ഇതുപോലെ പ്ലേറ്റ് വെച്ച് നോക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. ഏകദേശം ഒരു കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. ഇനി ഈ ഹോൾ പ്ലേറ്റ് ആ ഷീറ്റും വെച്ച് സ്ക്രൂ ചെയ്താലേ ഗ്ലാസ് അനങ്ങാതെ ഇരിക്കുള്ളൂ. അങ്ങനെയാണ് ഈ അടുപ്പ് സെറ്റ് ചെയ്ത് തന്നെ. എൻ്റെ ഗ്ലൂ ഒക്കെ ഉണ്ട്, അതൊക്കെ പോയി. അത് എത്ര വർഷമായി, ഒരുപാട് വർഷമായി. ഒരുപാട് വർഷം, അധികം വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം അപ്പയ്ക്ക് കഞ്ഞിവെള്ളമൊക്കെ വീണ് അത് ദ്രവിച്ചു പോയി. പാട്ടയാണല്ലോ അടിയിൽ, അലുമിനിയം പോലും അല്ല. അപ്പോൾ നമ്മളെല്ലാം ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണെന്ന് നോക്കണം. അതിന് നമ്മളിത് തിരിക്കാൻ കേട്ടോ. തിരിക്കുമ്പോൾ തന്നെ നമുക്ക് കത്തും. അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടല്ലോ ലൈറ്റർ കണ്ടില്ലേ. ഓ നല്ല ആളി കത്തണം കേട്ടോ. നല്ല കാറ്റാണ് അതിനെ ആളണേ. നല്ല പവറിൽ തന്നെയാണ് കത്തണത്. അത് അത്രയും പവറിൽ കത്താൻ പാടില്ല. അപ്പം എന്തോ പ്രശ്നമുണ്ട്. അത് നമുക്ക് നോക്കാം. അടുത്തതൊക്കെ കത്തിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. അടുത്ത സ്റ്റൗന്ന് അത് കത്തിച്ച് നോക്കാം. ഒന്നുകൂടി പറയട്ടെ, ഇത് കണ്ടിട്ട് ആരും ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കരുത് കേട്ടാ. ഡേഞ്ചർ. ഒറ്റയ്ക്ക് ചെയ്യണോണ്ടാണ് ക്യാമറ കൈ പിടിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട്. ഇത് ശരിക്കും പ്രസ് ചെയ്ത് അമർത്തണമല്ല, അത് തള്ളിപ്പോണ്. ഓ കത്ത് പിടിച്ചിട്ടുണ്ട്, പക്ഷെ പവറില്ല. അപ്പം എൻ്റെ അടിയിൽ ഓസിലേ എന്തോ കരട് എന്തെങ്കിലും വന്ന് ബ്ലോക്ക് ആവുക എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചെയ്യുന്നില്ല. ഇതൊന്ന് കത്തിച്ച് നോക്കട്ടെ. ഇത് കത്തണില്ല. ലൈറ്റർ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യാണ്. ഓ കത്തി വന്നിട്ടുണ്ട്, കെട്ടുപോയി. അപ്പോൾ ഇതിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡാമേജ് ആയ ഷീറ്റൊക്കെ മാറ്റി അടുപ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ റിസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 മെയിൻ അടുപ്പുകൾ കംപ്ലൈൻ്റ് ആണ്. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ തീ ശരിക്കും കത്തുന്നില്ല. അത് ഇതിൻ്റെ ഗ്യാസ് സ്റ്റവ് സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കംപ്ലൈൻ്റൊക്കെ മാറ്റുന്നത്, അവരെ തന്നെ വിളിച്ചാണ് ഞാൻ എൻ്റെ കംപ്ലൈൻ്റൊക്കെ മാറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡാമേജ് ആയ ഷീറ്റൊക്കെ മാറ്റി ആ ഉപയോഗിക്കാതെ കിടന്ന അടുപ്പ് റീസെറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ കത്തിക്കുമ്പോഴുള്ള ഈ തീ വരാത്ത കംപ്ലൈൻറ്റ് അത് ഞാൻ ഈ ഗ്യാസ് അടുപ്പ് നന്നാക്കുന്ന ആൾക്കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അനുകരിക്കാൻ വേണ്ടി കാട്ടിയതല്ല. ഇങ്ങനെ കളഞ്ഞു പോയൊരു സാധനം ഞാൻ തിരിച്ചെടുത്തൊരു ഷീറ്റൊക്കെ വെച്ച് റീസെറ്റ് ചെയ്ത് എടുത്തു എന്നുള്ളൂ. ബാക്കി കത്തിക്കുമ്പോഴുള്ള കംപ്ലൈൻറ്റൊക്കെ അതിനെപ്പറ്റി അറിയാവുന്നവരെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത്.
അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പരീക്ഷിച്ചു നോക്കുന്നില്ല. അങ്ങനെ പരീക്ഷിക്കാൻ പറ്റിയൊരു സാധനമല്ല. ഇതറിയാത്തവർ ഇതിനെ തൊടാൻ നിൽക്കരുത്. അത് അറിയാവുന്നവരെ കൊണ്ടൊക്കെ തന്നെ ചെയ്യിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.